ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വണ്ടിമേലാണ് പോയത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, വേറെ ആരും എനിക്ക് വീഡിയോ എടുത്ത് തരാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വഴിയിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ KSFയിലേക്കാണ് പോയത്. അപ്പോൾ KSF പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പോയി. ഇതാണ് KSF, പാവർട്ടിയിലാണ് KSF. അപ്പോൾ അവിടെ പോയി ഉള്ളിലത്തെ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്കവിടെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ KSFയുടെ ഉള്ളിലത്തെ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വേറെ പാവർട്ടി പോകാണ്ടായിരുന്നു. ഇത് പാവർട്ടി എത്തണ്ട കേട്ടോ KSF. പാവർട്ടി എത്തണേക്കാട്ടും മുന്നാണ് KSF. അപ്പോൾ എനിക്ക് പാവർട്ടി പോയിട്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോയി. അപ്പോൾ പള്ളിനടയുണ്ട് കേട്ടോ, അവിടെ പള്ളിയുണ്ട്, പാവർട്ടി പള്ളി, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടെ പെരുന്നാളൊക്കെ അടിപൊളിയാണ്. പെരുന്നാളിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരുവിധ ആളുകളൊക്കെ വരാറുണ്ട് പെരുന്നാളിന്. അപ്പോൾ ഞാൻ വണ്ടി അവിടെ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് കാരണം കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, പിന്നെ നേഴ്സ് ഹോസ്റ്റല്, അങ്ങനത്തെ സ്കൂള്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പാവട്ടി കോൺവെൻറ്റ് സ്കൂള് ആ റോഡാണ് കേട്ടത്. ആ ഭാഗത്തേക്കാണ് എനിക്ക് പോകേണ്ടിയിരുന്നത്. അപ്പം ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള കുറച്ച് ഇതൊക്കെ ബിൽഡിങ്ങും ഇതൊക്കെ എടുത്തതാണ് കേട്ടോ. അങ്ങനത്തെ ആ റോഡ് പാവർട്ടി കോൺവെൻറ്റ് റോഡാണിത്. അവിടെ അങ്ങനെ കുറേ അവരുടെ താമസിക്കണ സ്ഥലവും പള്ളിയുടെ വക സ്ഥലങ്ങളാണ് കാണുന്നത് മുഴുവൻ കേട്ടോ. ആ സൈഡിൽ ഇപ്പോൾ ഞാൻ കാണിച്ചത് മുഴുവൻ. പിന്നെ എന്താ പറയുക, അവിടെ സ്കൂളുണ്ട്, കോൺവെൻറ്റ് സ്കൂളുണ്ട്, ലേഡീസിൻ്റെ ഗേൾസ് സ്കൂളാണ്. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞാൻ ദേ പോണു, ആ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ മതിലുമ്മ എന്തൊക്കെയോ എഴുതിയിട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ കോൺവെൻറ്റ് സ്കൂള്, ക്രൈസ്റ്റ് കിങ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഗേൾസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു പോയിട്ട്, പക്ഷെ നടന്നില്ല കേട്ടോ, കാര്യം നടന്നില്ല. എന്നാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെ അവിടേക്ക് നടക്കാൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. കുറച്ച് ദൂരം പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. പോയത് വെറുതെ ആയിപ്പോയി. പക്ഷെ ഞാൻ പോരുന്ന നേരത്ത് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. പോരുന്ന നേരത്ത് മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കാര്യം നടന്നില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹം പറഞ്ഞാൽ ഭയങ്കര ദാഹം. അപ്പം ഞാൻ അവിടെ അടുത്ത് തന്നെ ഒരു ജയ ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ജ്യൂസും പിന്നെ അവിടെ കട്ട്ലേറ്റ്, എനിക്ക് കട്ട്ലേറ്റ്, വെജ് കട്ട്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വെജ് കട്ട്ലേറ്റും ഓർഡർ ചെയ്തു. അങ്ങനെ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് കോഡ്സും ഇതൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് വെറുതെ ഒന്ന് അവിടെ ഇരിക്കല്ലേ, ഫ്രീ ആയിട്ട് അത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അധികം ആളൊന്നുമില്ല, ആകെ 1-2 ആളുകളുള്ളൂ. അങ്ങനെ ദേ വന്നു, കട്ട്ലേറ്റ് വന്നു, വെജ് കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റ് എനിക്ക് ജ്യൂസ് വേണം കൂടെ, എന്നാലേക്ക് കട്ട്ലേറ്റ് ഇങ്ങനെ കഴിക്കാനുള്ളൊരു മൂടുള്ളൂ. എന്നാലും ഞാൻ വിശന്ന കാരണം ഞാൻ കട്ട്ലേറ്റ് കഴിച്ചു തുടങ്ങിയിട്ടാണ്. വെയിറ്റ് ചെയ്തില്ല, ജ്യൂസ് വരാൻ വെയിറ്റ് ചെയ്തില്ല. അങ്ങനെ കുറച്ച് ഒരു കട്ട്ലേറ്റൊക്കെ കഴിച്ച് ഇരിക്കുമ്പോഴാണ് ജ്യൂസ് കൊണ്ടുവന്നത്. അങ്ങനെ ചേച്ചി ജ്യൂസ് കൊണ്ടുവന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. ജയ ബേക്കറിയിലത്തെ ഇതൊക്കെ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ് അവിടെ. അങ്ങനെ ആ ചേച്ചി അതാ എനിക്കുള്ള ജ്യൂസും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജ്യൂസും കുഴപ്പമില്ല, നല്ല ജ്യൂസാണ്, പൈനാപ്പിൾ ജ്യൂസാണ്. അങ്ങനെ കട്ട്ലേറ്റും പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഞാനത് ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ ഇതിൽ തന്നെ ബേക്കറി ഉണ്ട് കേട്ടോ, അവരുടെ ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ബില്ല് കൊടുത്തു, ബില്ല് പേ ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വണ്ടി പാർക്ക് ചെയ്യണോടത്തേക്ക് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴും സെയിം റോഡ് തന്നെയാണ് കേട്ടോ. ഞാൻ തിരിച്ച് വരുന്നത് ആ വന്ന വഴി കൂടെ തന്നെയാണ്. അപ്പോഴും പിന്നെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ വരെ കുറച്ച് ദൂരമുണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് പാർക്കിങ്ങിലേക്ക്. അങ്ങനെ ഞാൻ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ.
ഇന്നെന്താണാവോ തീരെ അങ്ങനെ തിരക്കൊന്നുമില്ല, റോട്ടിലൊന്നും ആരും ഇല്ലാത്ത പോലെ കേട്ടോ. ആളുകളൊക്കെ കുറവാണ്. ഒരു ചേച്ചി അങ്ങോട്ട് പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ വണ്ടികൾ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ എന്താ വെച്ചാൽ ഒരു ഹോസ്പിറ്റലുള്ള കാരണം കുറേ വണ്ടികളുണ്ട്. സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ, സെൻറ്റ് പാരിഷ് എന്തോ ഒരു ഹോസ്പിറ്റൽ, പേര് മറന്നു ഞാൻ, പാവർട്ടി ഹോസ്പിറ്റൽ. അപ്പം അത് കാരണം കുറേ വണ്ടികൾ അവിടെ പാർക്കിങ്ങിലുണ്ട്. ഇത് ഡോക്ടറെ കാണാനൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട്. അല്ലാതെ റോഡിലൊന്നും അധികം ആൾക്കാരില്ല കേട്ടോ. അങ്ങനെ വീണ്ടും പള്ളി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ പെരുന്നാളിലൊക്കെ എന്ത് തിരക്കാന്നറിയോ. ഇവിടെ ഒന്നും നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അവിടെ വെടിക്കെട്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാർക്കിങ്ങിൻ്റെ അവിടേക്ക് ഇതേ നടന്ന് എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പിള്ളേരൊക്കെ അവിടെ സൗണ്ട് ഉണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട്. പഠിക്കണ അങ്ങനെ സൗണ്ടൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പിള്ളേരിങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാണ് തോന്നുന്നുണ്ട് സ്കൂള്. അങ്ങനെ ഞാൻ അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. കണ്ട കുറച്ച് കാറുകളൊക്കെ ഇവിടെ പാർക്കിങ്ങിലുണ്ട് കേട്ടോ. അധികം വണ്ടികളില്ലെന്ന്, തിരക്ക് കുറവാന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ ഇതൊന്നല്ല അവസ്ഥ. അങ്ങനെ എൻ്റെ വണ്ടി നോക്കണം കേട്ടോ, എവിടെ വെച്ച് എന്നുള്ളൊരു സംശയത്തിൽ, എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരുന്നിരുന്നു. അപ്പോൾ ആ ഒരു സ്പോട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ നടക്കണം. ആ ചേട്ടൻ ഞാൻ വരുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വണ്ടിയുടെ അടുത്തെത്തി ഞാൻ. ഇതാണ് എൻ്റെ വണ്ടി. അങ്ങനെ ഞാൻ പോയി പിന്നെ അത് എടുക്കാൻ പറ്റിയില്ലല്ലോ നമുക്ക്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോണ വഴിയിലുണ്ടല്ലോ റംബൂട്ടാൻ വെക്കണുണ്ട് കേട്ടോ. റംബൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇതല്ലേ. അപ്പോൾ റംബൂട്ടാൻ കണ്ടപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തി. കുറച്ച് വാങ്ങിയുള്ളൂ കേട്ടോ, കുറേ വാങ്ങിയിട്ടാ, കുറച്ച് വാങ്ങിയുള്ളൂ. അപ്പോൾ അത് വാങ്ങി. അപ്പോൾ കുറേ പേര് വാങ്ങണുണ്ട് കേട്ടോ. ഒരുവിധ ആൾക്കാർക്ക് ഈ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ കുറേ പേര് അവിടെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വരുമ്പോഴേക്കും നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ മഴ പെയ്യില്ല കേട്ടോ. പക്ഷെ പുറത്തൊന്ന് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ മഴയ്ക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രാന്താ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. അപ്പോൾ അവിടെ കയറി നിന്നപ്പോൾ ഞാൻ കുറച്ച് അവിടെ നല്ലൊരു ഇതൊക്കെ ഉണ്ട്, പുഴ പോലത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പാലവും പുഴവും, കൂമ്പുള്ളി പാലം എന്നാട്ടാ പറയുക. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ പോന്ന്. വീണ്ടും മഴ, കുറച്ച് ദൂരം പോയപ്പോൾ വീണ്ടും മഴ. അപ്പോൾ വീണ്ടും അവിടെ വണ്ടി വെച്ച് വീണ്ടും അവിടെ കയറി നിന്നു. അങ്ങനെ ഒന്ന് ഫുള്ള് ഞാൻ തിരിച്ചു വരുമ്പോൾ ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ മഴയത്ത്. നല്ല മഴ പെയ്യുമ്പോൾ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഇറങ്ങി നിൽക്കുന്ന നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ വീഡിയോ എടുത്തു, കാരണം എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ വെച്ചിട്ട് വെറുതെ നിൽക്കല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ വീണ്ടും മഴ കുറഞ്ഞപ്പോൾ വീണ്ടും വണ്ടി എടുത്ത് പോന്നു. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്.